ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രെയിനും റെയിൽവേ സ്റ്റേഷനും യാത്രക്കാരെയൊക്കെ കണ്ടല്ലോ. ഞങ്ങളും ഒരു ട്രെയിൻ യാത്രയാണ്. ഞാനും എൻ്റെ ഫ്രണ്ട് വസന്ത ടീച്ചറും ഹസ്ബൻഡും പിന്നെ അദ്ദേഹത്തിൻ്റെ 2 കൂട്ടുകാരും. അങ്ങനെ ഞങ്ങൾ 5 പേരാണ് യാത്ര പോയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പോയത്. ഇതാന്ന് പറയുമ്പോഴത്തേനും പൂന കന്യാകുമാരി എക്സ്പ്രസ്സിലായിരുന്നു യാത്ര. അവിടെ ചെന്നു, നേരത്തെ റൂം എടുത്തിരുന്നു, ബുക്ക് ചെയ്തു, ഫ്രഷായി നേരെ വിവേകാനന്ദ സ്മാരകത്തിലേക്ക് യാത്ര തിരിച്ചു. അജയ്യനായിട്ടുള്ള നമ്മുടെ നരേന്ദ്രമോദിജി 3ാമതും പ്രധാനമന്ത്രിയാകുന്നതിന് മുന്നോടിയായിട്ട് വീണ്ടും ഒരു നരേന്ദ്രൻ ഈ ത്രിവേണി സംഗമത്തിൽ ധ്യാനത്തിലിരുന്നതിന് കൊണ്ടായിരിക്കണം ഇത്രയധികം തിരക്ക് വീണ്ടും ഇവിടെ അനുഭവപ്പെടാൻ തുടങ്ങിയതെന്ന് വേണം പറയാൻ. ഒരു രക്ഷയില്ലായിരുന്നു. 1 കിലോമീറ്റർ നീളുന്ന ക്യൂ ആയിരുന്നു. ഞങ്ങൾ ക്യൂവിൻ്റെ അങ്ങേ അറ്റത്ത് പോയി നിന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൂടെ കയറി. അങ്ങനെ എന്നാലും 1.5 മണിക്കൂർ നിന്നെന്ന് വേണം പറയാൻ. ശനി ഞായർ ദിവസങ്ങളിൽ ഒരു രക്ഷയില്ല. അങ്ങനെ ബോട്ടിൽ കയറി. ഞാനിത് 6ാമത്തെ തവണയാണ് കന്യാകുമാരിക്ക് പോകുന്നത്. എത്ര പ്രാവശ്യം പോയാലും മടുക്കാത്ത കന്യാകുമാരി ത്രിവേണി സംഗമം, വിവേകാനന്ദപ്പാറ, വിവേകാനന്ദ സ്മാരകം, കന്യാകുമാരി ദേവിയുടെ ക്ഷേത്രം, ഗാന്ധി സ്മാരകം എല്ലാം മനസ്സിൽ നമുക്ക് ഒരുപാട് സ്മരണകൾ ഉണർത്തുന്ന ചരിത്രപരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. കാണാനോ അതിമനോഹരമായിട്ടുള്ള, കരയിൽ നിന്ന് വിട്ട് കടൽ കാണുന്ന ഈ വിവേകാനന്ദപ്പാറ ദൂരെ നിന്ന് തന്നെ കണ്ണിന് നമുക്ക് നല്ലൊരു കാഴ്ചയാണ് തരുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദിജി കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അവിടെ ധ്യാനം ഇരുന്നതുകൊണ്ട് വീണ്ടും ഈ വിവേകാനന്ദ സ്മാരകത്തിന് ലോകോത്തരമായിട്ടുള്ള ഒരു പ്രസിദ്ധി കൈവന്നിരിക്കുകയാണ്. ധാരാളം ആൾക്കാർ ഇതിനോടകം തന്നെ അവിടെ വരാറുണ്ട്. അതൊക്കെ ശരിയാണെങ്കിലും ഒരു ലോക പ്രശസ്തി ആർജിക്കുവാൻ വീണ്ടും സാധിച്ചു എന്നുള്ള കാര്യത്തിന് സംശയമേ ഇല്ല. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. ഇപ്പോൾ ഉച്ച കഴിഞ്ഞായതുകൊണ്ട് വളരെ രോഷാകുലയായ സമുദ്രമായിരുന്നു. തിരകളൊക്കെ അല്പം കൂടുതലായിരുന്നു. എന്നാലും അതിനെയൊന്നും ഭയപ്പെടാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള സന്തോഷകരമായിട്ടുള്ള ആഹ്ലാദകരമായിട്ടുള്ള ബോട്ട് യാത്ര, അല്പനേരം കൊണ്ട് ബോട്ട് യാത്ര കഴിയും. പെട്ടെന്ന് തിരുവള്ളവരുടെ തമിഴ് ഇതിഹാസ കവിയായിട്ടുള്ള തിരുവള്ളവരുടെ പ്രതിമ കാണാൻ തുടങ്ങി. അവിടേക്കും ഇനി നമുക്ക് എൻട്രി ഉണ്ടാവും. ഇപ്രാവശ്യം ഇല്ല. അവിടെയൊക്കെ എൻട്രൻസൊക്കെ പണിതുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. മോദിജി അവിടെയും പോയിരുന്നല്ലോ. എല്ലാവരും ലോകമെമ്പാടുമുള്ള ആളുകളും കണ്ടതാണ്. ബംഗാൾ ഉൾക്കടലും അറേബ്യൻ കടലും ഇന്ത്യൻ മഹാസമുദ്രവും ചേരുന്ന ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തെ മുനമ്പായിട്ടുള്ള കന്യാകുമാരി ദേവിയുടെ അനുഗ്രഹാശസ്സുകളോടെ അങ്ങനെ ഐശ്വര്യ സമ്പൂർണമായിട്ട് നിൽക്കുന്ന ഒരു ഭൂപ്രദേശം. ലോകത്തെവിടെയും ഇതുപോലെയുള്ള ഒരു പ്രദേശം ഉണ്ടോ എന്നറിയില്ല. അത്രയ്ക്ക് ധന്യമായ ശ്രേഷ്ഠമായിട്ടുള്ള കന്യാകുമാരിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കവിടെ ബോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ചുറ്റിക്കറങ്ങിയാലും നമുക്ക് മതി വരില്ല. വിവേകാനന്ദ സ്മാരകവും കണ്ട് ഹാളിൽ കയറി ശ്രീരാമകൃഷ്ണ പരമഹംസരെയും തൊഴുത് ശാരദാദേവിയെയും വണങ്ങി സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമയിലും തൊഴുത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കി അവിടുന്ന് ഇറങ്ങി നേരെ താഴ്വശത്തായിട്ട് കാണുന്ന സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന ധ്യാനമണ്ഡപത്തിലും അല്പനേരം നിന്ന്, അവിടെ എന്നത്തേക്കാളും തിരക്കായിരുന്നു, ഇരിക്കാനൊന്നും സീറ്റില്ലായിരുന്നു. അല്പനേരം അവിടെ നിന്ന് ധ്യാനിച്ചിട്ട് ഞങ്ങളും പുറത്തിറങ്ങി. 1892 സ്വാമി വിവേകാനന്ദൻ തൻ്റെ ലോക ജൈത്രയാത്ര തുടങ്ങിയത്. അതായത് ഭാരതത്തിൻ്റെ സംസ്കാരം, പൈതൃകം, ധർമ്മം, നീതി, ന്യായം ഇതെല്ലാം ലോകരുടെ മുൻപിൽ അവതരിപ്പിക്കുവാനായി അദ്ദേഹം യാത്ര തിരിച്ചത് ഈ കന്യാകുമാരി, ഈ മുനമ്പിൽ നിന്നാണ്. കന്യാകുമാരി ദേവിയുടെ അനുഗ്രഹവും വാങ്ങി വിവേകാനന്ദപ്പാറ എന്നറിയപ്പെടുന്ന ആ പാറയിലേക്ക് നീന്തി കയറി അവിടെ 3 ദിവസം ധ്യാനമിരുന്ന് ലോകത്തോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു. ഇവിടെയാണ് അദ്ദേഹം ധ്യാനമിരുന്ന സ്ഥലം. ഇവിടെ തന്നെയാണ് ഇപ്പോഴത്തെ നരേന്ദ്രനും ധ്യാനമിരിക്കാൻ ഭാഗ്യമുണ്ടായത്.
വീണ്ടും ഒരു നരേന്ദ്രൻ ഈ പുണ്യസ്ഥലത്ത് വന്ന് ധ്യാനത്തിലിരുന്നു. ഭാരതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഭാരതത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കാനായി മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് പോയത്. ഇവിടെ നിൽക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ഓർമ്മയിൽ ഓടിയെത്തുന്നതാണ്. ഇവിടെ അതിഭയങ്കരമായ കാറ്റായിരുന്നു ഞങ്ങളവിടെ നിൽക്കുമ്പോൾ. അതുകൊണ്ട് ഫോണൊക്കെ ഇങ്ങനെ കുലുങ്ങുമായിരുന്നു. ആ കുലുക്ക വീഡിയോയിലും കാണാനുണ്ട്. ഇതാണ് കന്യാകുമാരി ദേവി വന്ന് ആദ്യമായിട്ട് ദേവിയുടെ സാന്നിധ്യം അറിഞ്ഞ വിവേകാനന്ദപ്പാറ. വിവേകാനന്ദൻ സ്മാരകം ഉണ്ടായ സമയത്ത് തന്നെ, വിവേകാനന്ദ സ്മാരകം ഉണ്ടായപ്പോൾ തന്നെ ദേവിക്കും അവിടെ ഒരു കോവിലുണ്ടായി. ആ കോവിലിനുള്ളിൽ ദേവി വന്നതിൻ്റെ കാൽപാദം അവിടെ നമുക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, കാണാവുന്നതാണ്. എല്ലാവരും കന്യാകുമാരി ദേവിയുടെ ക്ഷേത്രം തീരത്തുള്ളതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് സ്വാമി വിവേകാനന്ദൻ വന്നിരുന്ന് ധ്യാനിച്ച ത്രിവേണി സംഗമത്തിന് കൂടുതൽ പ്രാധാന്യവും വന്നിരിക്കുന്നത് സ്വാമി വിവേകാനന്ദന് തന്നെയാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ദേവിയുടെ സാന്നിധ്യമായിരുന്നു ഈ പാറയിൽ. എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ സ്വാമി വിവേകാനന്ദൻ ഭാരതീയ യുവജനതയ്ക്ക് നൽകിയ, ഭാരതീയ ജനത്തിന് നൽകിയ ഉന്മേഷം, ഊർജം, എല്ലാവരോടും ഉത്തിഷ്ഠത ജാഗ്രത എന്ന് ഉദ്ബോധിപ്പിച്ച, അങ്ങനെ ഈ ഭാരതീയ യുവാക്കളെ ഊർജ്ജസ്വലരാക്കിയ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ സ്വാമി വിവേകാനന്ദൻ ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് നാമാവശേഷമായിക്കൊണ്ടിരുന്ന ഭാരതീയ സംസ്കാരത്തിൻ്റെ പൈതൃകത്തെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ആദി ശങ്കരാചാര്യരെ പോലെ കേവലം 39 വയസ്സ് വരെ മാത്രം ജീവിച്ചിരുന്ന, ലോകം മുഴുവൻ ഭാരതത്തിൻ്റെ പൈതൃകം, സംസ്കാരം ഒക്കെ പ്രചരിപ്പിക്കാൻ ഇടയായ അദ്ദേഹത്തിൻ്റെ ചരിത്രപ്രധാനമായ ചിക്കാഗോ പ്രസംഗം, അതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം ഇവിടെ ധ്യാനത്തിലിരുന്നത്. അങ്ങനെ എന്തുകൊണ്ടും ശ്രേഷ്ഠമായ ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവ ചേരുന്ന ഈ ത്രിവേണി സംഗമം ഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ചരിത്രപ്രധാനമായിട്ടുള്ള കന്യാകുമാരി ദേവിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് ഈ കന്യാകുമാരി. അപ്പോൾ വീണ്ടും കാണാം. നമസ്കാരം എല്ലാവർക്കും.